ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഹായ്. ഇന്നത്തെ കുക്കിംഗ് അപ്പേട്ടൻ്റെ വകയാണ്. പിന്നെ സഹായിക്കുന്ന ആള് അപ്പേട്ടനാണ്. അപ്പം ഇന്ന് ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ഉള്ളി വഴറ്റി അല്ലേ? ഉള്ളി വഴറ്റി പിന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറേച്ചട്ടോ. പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വേറെ അടിച്ചതില്ലേ? അടിച്ചിട്ടുണ്ട്, അത് ഇതിലിട്ടുണ്ട്. അപ്പം അടുത്തത് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാണ്. പിന്നെ കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ റെസിപ്പിയാണ് അല്ലേ? ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതാണ്, അപ്പോൾ വലുതാക്കി തന്നെ കട്ട് ചെയ്തിട്ടത്. അപ്പം ആദ്യം ഉള്ളിയും പച്ചമുളക് ഉരുളക്കിഴങ്ങൊക്കെ ഇതിൽ വഴറ്റാണ്. പിന്നെ എന്താ പറയുക, ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞളിട്ട് കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ്. ഇത് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ചിട്ട് അത് കറിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് വരും അല്ലേ? ഉള്ളി നല്ലോണം മൂക്കണം. ഉള്ളി നല്ലോണം മൂപ്പിച്ചാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഉള്ളി ഒരു ബ്രൗൺ കളറാവും. ഇനി നമുക്ക് ഞാൻ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെന്താ, കുറച്ച് ചില്ലി പൗഡർ, റെഡ് ചില്ലി. പിന്നെ കുറച്ച് റെഡ് ചില്ലി, ഇത് നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടുവന്ന് പൊടി കേട്ടോ. ഇവിടുത്തെ കിട്ടുന്ന പൊടിയല്ല, ചില്ലി ഇവിടുത്തെ പാക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല അല്ലേ? ഇവിടുന്ന് പാക്കറ്റ് വാങ്ങിച്ചല്ല, നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന ചില്ലി പൗഡർ. കറണ്ട് പോയി. ഏത് ലൈറ്റിലാണ്? അപ്പൊ നമ്മളെ കറി റെഡി കേട്ടോ. കറി റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിപ്പോയി. അപ്പോൾ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പം നമ്മൾ കറി റെഡിയായി. ഇതുവരെ കറണ്ട് ഇല്ലേനി, അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ പോയി. പിന്നെ കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഇല്ല വെച്ചാൽ കറി ഉണ്ടാക്കാൻ പോയിട്ട് ബാക്കി കറിയൊക്കെ കൊളായി പോവും. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് കറിയും പിന്നെ ചപ്പാത്തിയാണ്. പിന്നെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വന്നതിന് ശേഷമാണ് ഇപ്പോൾ
ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ റെഡിയാക്കിയത്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഏട്ടൻ തന്നെയാണ് കറിയൊക്കെ പ്രിപ്പറേഷൻ അല്ലേ? പിന്നെന്താ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. 10 മണിയായി അല്ലേ? 10 മണിയായി. അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ. ചപ്പാത്തിക്ക് നല്ല ഷേപ്പൊന്നുമില്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം പല്ലിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് കറിയിൽ കുതിർത്തി, ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പാലിൽ കുതിർത്തി കഴിക്കാനാണ് പറഞ്ഞത് ചപ്പാത്തി. അപ്പം അതുകൊണ്ട് എനിക്ക് പാലുണ്ട്, അങ്ങനെ കഴിക്കണം. ഓക്കെ.